OTT റിലീസ് ഡേറ്റ് കൺഫേമായ ചിത്രങ്ങൾ ഉൾപ്പെടെ 10 OTT റിലീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിൽ ആദ്യത്തേത് ബിജു മേനോൻ, ആസിഫ് അലി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തി അടുത്ത സോണി ലീവിലൂടെ OTT റിലീസിന് ഒരുങ്ങുന്ന ചിത്രമാണ് തലവൻ. തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയെടുത്ത ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ പിന്നീട് സോണി ലീവ് സ്വന്തമാക്കുകയായിരുന്നു. ഈ വർഷം റിലീസ് ചെയ്ത ബിജു മേനോൻ ചിത്രങ്ങളിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത ചിത്രം കൂടിയാണ് തലവൻ. ത്രില്ലർ കാറ്റഗറിയിൽപ്പെടുന്ന ചിത്രം സോണി ലീവിലൂടെ ഈ ആഴ്ച റിലീസ് ചെയ്യുന്ന ടർബോ എന്ന മൂവിക്ക് ശേഷം അടുത്ത മാസം സെപ്റ്റംബർ 6 OTT റിലീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തേത് C5ലൂടെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന C5ന്റെ ഏറ്റവും പുതിയ സീരീസായ ഗേര ഗേര എന്ന സീരീസാണ്. C5ലൂടെ ഈ ടൈം ട്രാവൽ സീരീസ് ഈ വെള്ളിയാഴ്ച, അതായത് ഈ ഓഗസ്റ്റ് 9 OTT റിലീസ് ചെയ്യും. ബോളിവുഡിൽ നിന്നും സമീപകാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത ചിത്രമായിരുന്നു മൂഞ്ചിയ. ഈ ഹൊറർ കോമഡി മൂവി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഓഗസ്റ്റ് 9 OTT റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ദിലീപ്, ധർമ്മജൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തി തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടാതെ പോയ ചിത്രമായിരുന്നു പവി കെയർടേക്കർ. ഒരു ഘട്ടത്തിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ പിന്നീട് മനോരമ മാക്സ് സ്വന്തമാക്കുകയായിരുന്നു. ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി നിരവധി ആളുകളാണ് കാത്തിരിക്കുന്നത്. മനോരമ മാക്സ് വഴി അടുത്ത് റിലീസ് ചെയ്യുന്ന നടന്ന സംഭവം എന്ന മൂവിക്ക് ശേഷമാണ് പവി കെയർടേക്കർ എന്ന മൂവി റിലീസ് ചെയ്യുന്നത്. മനോരമ മാക്സ് വഴി പവി കെയർടേക്കർ എന്ന മൂവി ഈ മാസം 23 OTT റിലീസ് ചെയ്യുന്നത്. ഈ മാസം മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്തതിനു ശേഷം അടുത്ത മാസം, അതായത് ഓണക്കാലത്ത് മഴവിൽ മനോരമ ചാനൽ വഴി സിനിമ സംപ്രേഷണം ചെയ്യുന്നതാണ്. അടുത്ത ചിത്രം സുരാജ് വെഞ്ഞാറമൂട്, ബിജു മേനോൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ നടന്ന സംഭവം എന്ന കോമഡി മൂവിയാണ്. ചിത്രത്തിന്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ മനോരമ മാക്സ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് ആവറേജ് അഭിപ്രായം മാത്രമാണ് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. മനോരമ മാക്സിൽ ഇതിനു മുമ്പ് റിലീസ് ചെയ്ത മന്ദാകിനി എന്ന ചിത്രത്തിന് ശേഷം റിലീസ് ചെയ്യുന്ന ചിത്രം കൂടിയാണ് നടന്ന സംഭവം എന്ന മൂവി. ചിത്രം മനോരമ മാക്സ് വഴി ഈ വെള്ളിയാഴ്ച, അതായത് ഒക്ടോബർ 9 OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ചിത്രം മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ എന്ന മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയെടുത്ത ചിത്രത്തിന്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ സോണി ലീവ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. സോണി ലീവിലൂടെ ടർബോ എന്ന മൂവി ഓഗസ്റ്റ് 9 OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ചിത്രം സുരാജ് വെഞ്ഞാറമൂട്, കുഞ്ചോക്കോബൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തി തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടാതെ പോയ ചിത്രമായിരുന്നു ഗർ എന്ന മൂവി. ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി നിരവധി പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആയിരുന്നു ചിത്രത്തിന്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയിരുന്നത്. ചിത്രം ഈ മാസം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഇടിയൻ ചന്തു എന്ന മൂവിയുടേതാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനാക്കി ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്ത് കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമായിരുന്നു ഇടിയൻ ചന്തു. ഈ ആക്ഷൻ ഡ്രാമ മൂവിയുടെ OTT അവകാശങ്ങളെല്ലാം തന്നെ സിംപ്ലി സൗത്ത് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിംപ്ലി സൗത്തിലൂടെ ചിത്രം ഈ മാസം തന്നെ OTT റിലീസ് ചെയ്യുന്നതാണ്. മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയായിരുന്നു അനന്തപുരം ഡയറീസ്. ചിത്രത്തിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ നേരത്തെ തന്നെ മനോരമ മാക്സ് പുറത്തുവിട്ടിരുന്നു. ചിത്രം ഈ മാസം തന്നെ മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ്, ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത് ടൊവിനോ നായകനായി എത്തി തിയേറ്ററുകളിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു നടികർ. ഈ സിനിമയിൽ സൗബിൻ, ഭാവന തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയിരുന്നു. ചിത്രത്തിന്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ മാസം പകുതിയോടെ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ഈ ചിത്രം OTT റിലീസ് ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള മൂവി അപ്ഡേറ്റുകൾക്കായും സിനിമാ വാർത്തകൾക്കായും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.